ശരി. ഡോക്ടർ പി അനിൽകുമാർ, ഇപ്പോൾ ഉക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ ചേർന്നാൽ താങ്കൾക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പില്ല, ധൈര്യമായി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, അതിലൊരു തടസ്സവുമില്ല. റഷ്യ ആകട്ടെ സെലൻസ്കിയുമായി അടുത്ത റൗണ്ട് ചർച്ച നടത്താനുള്ള തയ്യാറെടുപ്പുകൾ അതിന് ഒരുക്കമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു. പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ്, അതിനുള്ള നീക്കുപോക്കുകൾ നടക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് നേരത്തെ പൂർത്തീകരിച്ചില്ല? അതിന് തയ്യാറെടുപ്പ് നടത്താത്തത് ആരാണ്? അതിനെ അല്ലെങ്കിൽ യുദ്ധത്തെ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും ശക്തികൾ ഇതിന് കൂടുതൽ ഊർജം പകർന്നിരുന്നു? അല്ല, അതിന് എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരണം എന്ന് തന്നെയാണ്. അന്ന് ട്രംപ് അല്ലല്ലോ ഭരിച്ചിരുന്നത്. മാത്രമല്ല, അന്ന് അമേരിക്കയുടെ നയങ്ങൾ എന്ന് പറയുന്നത് തന്നെ മാക്സിമം എത്രയും പെട്ടെന്ന് വേണ്ടുന്ന സഹായങ്ങൾ റഷ്യക്കെതിരെ നൽകിക്കൊണ്ട് ഒരു ഘട്ടത്തിൽ, നമ്മൾ ഈ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ആണവായുധം പ്രയോഗിക്കേണ്ടി വരും എന്നുവരെയുള്ള ചർച്ചകൾ റഷ്യയിൽ നടന്നതായിട്ടുള്ള വാർത്തകൾ പുറന്നു വന്നിട്ടുണ്ട്. ഈ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം നമ്മളത് മനസ്സിലാക്കണം. കാരണം റഷ്യ യുദ്ധം ചെയ്യുന്നത് മറ്റനേകം രാജ്യങ്ങളോടൊപ്പമാണ്. ഓപ്പോസിറ്റ് എന്നത് അമേരിക്ക മാത്രമല്ല, നാറ്റോയിലെ ധാരാളം രാജ്യങ്ങളുമായിട്ടാണ് റഷ്യ യുദ്ധം ചെയ്തത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അന്ന് റഷ്യ അത്രയും എഫർട്ട്, ഈ അവസാന ഘട്ടത്തിൽ പോലും, അതായത് പിടിച്ചു നിൽക്കുന്നതിന്റെ അങ്ങേയറ്റം വന്ന സാഹചര്യത്തിൽ പോലും റഷ്യ അന്ന് കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഒരു തരത്തിലും രണ്ട് കാര്യങ്ങൾ അംഗീകരിച്ചില്ല. ഒന്ന്, തങ്ങൾ ഏതെങ്കിലും പ്രദേശങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാട് അന്നേ അവർ വ്യക്തമാക്കിയാണ്. രണ്ടാമത് അവർ പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു കാരണവശാലും, ഇവിടെ സാറു സൂചിപ്പിച്ചു, നാറ്റോയുടെ ഈ കിഴക്കോട്ടുള്ള വ്യാപനം, അവിടെ നാറ്റോയിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഉക്രൈന് അംഗത്വം നൽകുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കുപോക്കിനും തങ്ങൾ തയ്യാറല്ല. ഈ രണ്ട് കാര്യങ്ങൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം അപകടപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിന്റെ മറ്റേത് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിച്ചാലും ഈ രണ്ട് കാര്യങ്ങളിൽ റഷ്യ വിട്ടുവീഴ്ച നൽകില്ല എന്ന് മാത്രമല്ല, അത് ഏതാണ്ട് അമേരിക്കയ്ക്ക് വളരെ വ്യക്തമായി അറിയുകയും അക്കാര്യങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഈ യുദ്ധം അവസാനിക്കുന്നത് ഏതാണ്ട് റഷ്യയുടെ ഉടമ്പടികളിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ തന്നെയാകാനുള്ള സാധ്യത കാണുന്നത് അതുകൊണ്ടാണ്.